ഹായ്. പലരുടെ ആവശ്യപ്രകാരം ഞാനങ്ങനെ വീണ്ടും ജ്വല്ലറിയുടെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ബുക്കും ഇതുപോലെ ഒരു 7 ഐറ്റംസ് ചെയ്യാനുള്ള കിറ്റായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇതിനു മുമ്പ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറി കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം ജ്വല്ലറി ഓൺലൈൻ ക്ലാസ്സിൽ വേണ്ട എന്ന് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ ആ കിറ്റും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സുകാർക്ക് എന്തായാലും ഇതുപോലെ ഒരു ക്ലാസ് നമുക്ക് അത്യാവശ്യമാണ്. പറഞ്ഞു കൊടുത്തെങ്കിൽ അവർക്ക് അടുത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കിറ്റ് തയ്യാറാക്കിയപ്പോൾ നമ്മളെല്ലാം കുറേശ്ശെ ഈ ഗോൾഡൻ വെർട്ടിക്കൽ മുത്ത് ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം കുറേശ്ശെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് ആവശ്യമുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് അങ്ങനെയല്ല. നമ്മൾ ഓരോ സ്ട്രിങ് ആയിട്ട് തന്നെ വെക്കും. ചക്കിരി, വെർട്ടിക്കൽ അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഓരോ സ്ട്രിങ് ആയിട്ട് തന്നെ വരും. മെറ്റീരിയൽസ് ഇത്രയും നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് 2000 രൂപയുടെ സാധനങ്ങൾ വേണ്ടി വരും. കാരണം വെച്ചാൽ എല്ലാം സ്ട്രിങ്ങുകളായിരിക്കും എടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ പറ്റി, അതിൻ്റെ ടൂൾസിനെ പറ്റി ഒക്കെ ഇപ്പോഴും അറിയാൻ വയ്യാത്ത ധാരാളം പേരുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് യാതൊരു സംശയം എവിടെ പോയാലും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഡൗട്ടുകളെല്ലാം തീർത്ത് തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർ തൊട്ട് 25 വരെ ഉള്ളവർക്കായിരിക്കും നമ്മളുടെ കിറ്റുകളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അതിനുശേഷം ചിലർ വിചാരിക്കും അതിനുശേഷം എന്താവും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോഴും നമ്മൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് എപ്പോഴാ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും കയറി കാണാവുന്ന രീതിയിലാണ് നമ്മളിത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് നിങ്ങൾ ഫീസും അടച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരും. കിറ്റ് ആവശ്യമുള്ളവരും ജ്വല്ലറിയുടെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരും എല്ലാം എൻ്റെ കാറ്റലോഗിനകത്ത് കയറി കഴിഞ്ഞാൽ വാട്സപ്പ് വഴി നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. അതുവഴി സാധനങ്ങളെല്ലാം പ്ലേസ് ഓർഡർ ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മളൊരു വീട്ടിൽ വന്ന് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും അതിനേക്കാളും നന്നായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, റെക്കോർഡ് ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും ആ സംശയങ്ങളൊക്കെ എനിക്കറിയാം. അതെന്തായിരിക്കും നിങ്ങൾ അടുത്ത് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതെല്ലാം എനിക്കറിയാം. അതിനനുസരിച്ച് ഞാൻ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ജ്വല്ലറി പഠിക്കാനായിട്ട് നമുക്ക് പ്രായപരിധിയൊന്നും ഒരു തടസ്സമേ അല്ല. പഠിക്കാൻ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ഈ കിറ്റ് തയ്യാറാക്കണമല്ലോ. പിന്നെ പോയിട്ട് ഇതിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് സമയം കൂടി എനിക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ 26-ാം തീയതി എന്ന് പറഞ്ഞേക്കുന്നത്. അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ജ്വല്ലറി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ശ്രദ്ധ അതിലേക്ക് കൊടുക്കേയില്ല. ഇതിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അസുഖങ്ങളും മറ്റ് ദുഃഖങ്ങളും ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. അത് ഉറപ്പാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം എപ്പോഴും നമ്മൾ ഇതിലേക്കായിരിക്കുമല്ലോ. പുതിയ മോഡൽ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഐഡിയ ഉണ്ടാകണമെങ്കിൽ അതുപോലത്തെ ഒരു നല്ല ക്ലാസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റൊരു ഐഡിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചിലരൊക്കെ ഞാനും ഓരോ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അവർ ആ പഠിപ്പിക്കുന്ന ഐറ്റംസ് മാത്രമേ നമ്മളെ പഠിപ്പിച്ച് തരത്തുള്ളൂ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞു തരില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണ് നിങ്ങൾ അടുത്ത് ഉദ്ദേശിക്കുന്നത് അതെനിക്കറിയാം. അതുവരെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അത് എൻ്റെ ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സാമ്പത്തികം എന്ന് പറയുന്ന ഒന്നും നോക്കിയിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. പഠിപ്പിക്കുന്നത് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരിൽ എത്തിക്കുക. അതാണ് എൻ്റെ ഒരു വിജയം. എനിക്ക് നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. നിങ്ങൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് സന്തോഷിക്കുകയാണ്. എന്നെക്കാളും അവർ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് എനിക്ക് ചിലപ്പം ആ പാഠമായിരിക്കും ഞാനത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട്. കാരണം എല്ലാവർക്കും ഒരുപോലൊന്നും ഒരാളുടെ മൈൻഡിൽ വരുന്നതല്ല മറ്റൊരാളുടെ തലച്ചോറിൽ വരുന്ന ഓരോരോ ഫാഷൻ. അത് ഞാൻ ഇനി എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അത് ഞാൻ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പഠിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കങ്ങനെ പുതിയ വർക്കുകൾ ആ വഴിയും എനിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ എൻ്റെയും സന്തോഷമാണ്. ഇങ്ങനെ കാണിക്കുകയും ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന നിമിത്തം നിങ്ങൾക്കും ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേർക്ക് വീടുകളിൽ ഇതുപോലെ വെളിയിൽ പോയി പഠിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. വെളിയിലോട്ട് വിടുകയില്ല, എന്നാൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ള അവസരം അവർക്കില്ല. താനും പക്ഷേ അങ്ങനെയുള്ളവർക്ക് ദൈവം സഹായിച്ച് ഇങ്ങനൊരു അവസരം അവർ ഉപയോഗപ്പെടുത്തുക. കാരണം വീടിനകത്ത് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് 10 പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഏത് ഫീൽഡായാലും നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കണ്ടെത്തുന്നത്. പിന്നെ ഒരാൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെ ഞാനെടുത്ത് എനിക്ക് വിജയിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. നമുക്ക് വിജയിക്കണോ പരാജയപ്പെടണോ എന്നുള്ളത്. നമ്മൾ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക.
അത് സക്സസ് ആയിരിക്കും, ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും പെരക്കകത്തിരിക്കുന്നവർക്ക് വയ്യാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുണ്ട്. അവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങൾ മാനസികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ശ്രദ്ധ കൊടുക്കാതെ പോകുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു റിലാക്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ഓരോ വർക്കും നമ്മൾ പക്ഷേ നല്ലൊരു മനസ്സുണ്ടായിരിക്കണം, ഇതൊക്കെ വർക്ക് ചെയ്യണം. ചിലരെങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരംഭത്തിൽ ഒരു കുന്തം അറിയില്ലെങ്കിൽ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എങ്ങനെ ഉണ്ടാക്കാം. അതിന് എനിക്കൊരു മറുപടി തരാൻ പറ്റില്ല. കാരണം വെച്ചാൽ പൈസ ഉണ്ടാക്കുന്ന അവനവൻ്റെ കഴിവാണ്. അപ്പോൾ അത് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. ഞാൻ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. പൈസ നമ്മളെ തേടി വരണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പിടിക്കുകയൊന്നും വേണ്ട. അപ്പം നമ്മുടെ വർക്ക് കാണുമ്പോൾ നമ്മളെ പൈസ തേടി ഇങ്ങോട്ട് വന്നോളൂ. അതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം. അതുപോലെ തന്നെ നിങ്ങളും സമാധാനത്തോടെ ഇരുന്ന് വർക്ക് ചെയ്യുക. ഏതൊരു ബിസിനസ് ആയാലും സമാധാനം ഉണ്ടെങ്കിൽ, നല്ല മനസ്സും ഉണ്ടെങ്കിൽ വിജയത്തിലെത്തുകയുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ് എന്തായാലും ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട. ഞാനത് സംസാരിക്കുന്നതാണ്. പക്ഷേ രാത്രി 7 മണിക്ക് ശേഷം മാത്രമേ എന്നെ വിളിക്കാവൂ. പകരം നിങ്ങൾ വാട്സപ്പിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് ഇട്ട് വെച്ചിരുന്നാൽ ഞാനത് സമയം കിട്ടുമ്പോൾ ഞാനത് കയറി നോക്കുന്നതാണ്. അതിനുള്ള മറുപടി അപ്പോൾ കിട്ടുമെന്നുണ്ടെങ്കിൽ തരും, ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ എടുക്കാതിരിക്കത്തില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കുള്ള സംശയങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാത്തവർക്കല്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വെളിയിൽ പോയി സാധനം വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കാറ്റലോഗ് നിങ്ങൾ കയറി നോക്കുക. അതിനകത്ത് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് അടുത്ത ഏത് കൊറിയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഫഷണൽ കൊറിയറോ DTDCയോ അതേതായാലും നമ്മൾ അതിലേക്ക് അയച്ചു തരുന്നതാണ്. ക്ലാസ്സും നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ എത്തുകയും ചെയ്യും. എൻ്റെ ഫീസ് ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ ഫീസ് 1000 രൂപയാണ്. നമ്മൾ 10 ഐറ്റംസാണ് പഠിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഞാൻ 10 എന്നേ പറയുള്ളൂ, പക്ഷേ 10 കൂടുതൽ സംഭവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ പോകാം അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ ഉടനെ എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. അതനുസരിച്ച് വേണം എനിക്ക് കിറ്റുകളെല്ലാം തയ്യാറാക്കി നിങ്ങളുടെ കൈകളിൽ എത്തിക്കാനായിട്ട്. ഹെവി വർക്കും കുറച്ച് നല്ല നല്ല വെറൈറ്റി മാലകളൊക്കെ വരുന്നതല്ല, അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ.